അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ AMGയിൽ എന്തെല്ലാം വർക്കുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കസ്റ്റമർ എപ്പോഴും വിളിച്ച് ചോദിക്കാനുള്ളത്. പല വർക്കുകൾ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സീറ്റിൻ്റെ വർക്ക് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെൻറ്റിങ് എടുക്കുന്നുണ്ടോ, മെക്കാനിക്കൽ എടുക്കുന്നുണ്ടോ, പല രീതിയിലും ആളുകൾ ചോദിക്കുന്നുണ്ട് ആ വർക്ക് എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഒന്ന് രണ്ട് വണ്ടികൾ നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൂപ്പറിൻ്റെ ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വാട്ടർ ലീക്കിന് വന്നതാണ്. അപ്പോൾ ഈ ഓയിൽ കൂളറിൻ്റെ ഈ ഒരു സൈഡിൽ പാക്കിങ് പോയതാണ്. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ അയച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടീൻ്റെ വർക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി ട്രാൻസ്മിഷൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വാൽ ബോഡി കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു A6 ആണ്. അപ്പോൾ ഇതിന് ലോങ് സെൽഫ് ആയിരുന്നു. ഒന്ന് ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ക്രാങ്ക് ആയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഈ ഒരു ക്രാങ്ക് സെൻസറിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇലക്ട്രിക്കലായിട്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓടിക്ക് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വൈപ്പർ വർക്ക് ചെയ്യാത്തതിന്. അപ്പോൾ വൈപ്പർ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് വൈപ്പർ മോട്ടറൊക്കെ നമ്മൾ അയച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. Volkswagen പവർ ലോസ് ആട്ടോ, വണ്ടി പവർ കിട്ടാത്ത കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് സമയത്ത് ഇതിൻ്റെ ടർബോൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റേഞ്ച് റോവറിന് ഇപ്പോൾ ടൈം ബെൽറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടീൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ അല്ലാത്ത രീതിയിൽ വന്നാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഓയിൽ ലീക്ക് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വാൾ കവർ അസംബ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തു. ഓയിൽ പാർട്സിനെ ഇട്ടിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ആ ഒരു വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ. ഓക്കെ. അപ്പോൾ ഈ ഒരു കൂപ്പറിന് സസ്പെൻഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ കണ്ടീഷനിലാട്ടപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ വർക്ക് അതുപോലെ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ പുറമെ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയലിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെതർ ക്ലോത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ ഒരു റെഡ് കളറിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഒരു സൈഡത്തതും ഇതൊക്കെ ഈ ഡാഷ് ബോർഡ് ഇതൊക്കെ നമ്മളൊരു റെഡ് കളറിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ ഈ റൂഫ് ചില വണ്ടികളത് കുറച്ച് ഡാമേജ് ആയിട്ട് തൂങ്ങി നിൽക്കുന്ന കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അത് ഇനി ബ്ലാക്കിലേക്കാണ്, ഈ ബ്ലാക്കിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഏത് കളറിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്തരം എല്ലാ വർക്കുകളും നമ്മൾ ജർമ്മൻ വണ്ടികളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന വർക്കുകൾ എടുക്കുമെന്ന് നമ്മൾ ചോദിക്കേണ്ട, നമ്മൾ ഏത് വർക്കും നിങ്ങളെ വണ്ടിയിൽ സെറ്റാക്കി തരും. അപ്പോൾ നമ്മളിവിടെ വർക്ക് എടുക്കണ ഓരോ വണ്ടികളെ എന്തെല്ലാം എടുക്കണമെന്ന് നമ്മൾ കുറച്ച് വണ്ടികൾ നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെ ജർമ്മൻ കാർസിൻ്റെ എല്ലാ വർക്കും കേട്ടോ, A to Z വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന വർക്ക് എടുക്കുമെന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പോരാ, നമ്മൾ എല്ലാ വർക്കും നിങ്ങളെ വണ്ടി വളരെ വൃത്തിയായിട്ട് സെറ്റാക്കി തരും കേട്ടോ.